ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് IT ഫീൽഡും ഇലക്ട്രോണിക് സിറ്റിയുമാണ്. ഇങ്ങനെ ഒരു ടെക് സിറ്റി ഇമേജാണ് ഉടനെ വരിക. എന്നാൽ ആ നഗരത്തിൽ തന്നെ പലതരം ക്രൈമുകളും നടക്കാറുണ്ട്. എങ്കിലും 2010 ഡിസംബർ മാസം 17 നടന്ന സംഭവം അത് മുഴുവൻ ബാംഗ്ലൂരിനെയും ഞെട്ടിച്ചു. സത്യത്തിൽ ഒരു കുറ്റവാളി ഇങ്ങനെയെല്ലാം ചിന്തിക്കുമോ എന്നുള്ളതാണ് എല്ലാവരെയും അതിശയിപ്പിച്ചത്. ഈ കേസിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. 2010 ബാംഗ്ലൂരിൽ നടന്ന ഹൃദയം തകർക്കുന്ന ഒരു ട്രൂ ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ ഇതുവരെയും നൽകിയ പിന്തുണയ്ക്കെല്ലാം ഒരുപാട് നന്ദി. അസം സംസ്ഥാനത്തിൽ നിന്നുള്ള പയൽ സുരേഖ എന്ന യുവതി കോളേജ് പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് എത്തുന്നു. അവിടെ തന്നെയാണ് അവൾ ആനന്ദ് മിശ്ര എന്ന ഒരു ഒഡീസ സ്വദേശിയെ കാണുന്നത്. പയലിന്റെ കുടുംബം സമ്പന്നരായ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു. പക്ഷേ ആനന്ദ് മിശ്രയുടെ വീട്ടിൽ അച്ഛൻ അമ്മ രണ്ടുപേരും ഉയർന്ന പദവിയിലുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു. രണ്ട് പൂർണ്ണ വ്യത്യസ്ത കുടുംബം. എങ്കിലും കോളേജിൽ അവർ തമ്മിൽ പരിചയപ്പെട്ടു. സൗഹൃദം തുടങ്ങുകയും പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് വളരുകയും ചെയ്തു. ചില ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വിവാഹം കഴിക്കാതിരിക്കാനുള്ള കാരണം ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് തീരുമാനിച്ചു. സ്വന്തം വീടുകളിൽ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. പക്ഷേ രണ്ട് വീട്ടിൽ നിന്നും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. കാരണം സംസ്ഥാന വ്യത്യാസമാണ്, കുടുംബ പശ്ചാത്തലം, സംസ്കാരം ഒന്നും പൊരുത്തപ്പെടുന്നില്ല എന്ന് രണ്ട് വീടുകളും കരുതി. എങ്കിലും ഈ പ്രണയത്തിൽ നിന്നും അവർ പിന്മാറിയില്ല. ഏത് വിധേനയും ഒരുമിച്ച് ജീവിക്കണം എന്നവർ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ 2008 അവർ രജിസ്റ്റർ വിവാഹം കഴിച്ച് ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാൻ തുടങ്ങി. ചില മാസം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ചിന്ത വന്നു. നാളെ നമുക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ വീട്ടുകാർ എന്തായാലും നമ്മെ സ്വീകരിക്കും. ഈ ഒരു പ്രതീക്ഷയോടെ ആനന്ദ് മിശ്ര തന്റെ ഭാര്യ പയലിനെ ഒഡീഷയിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആനന്ദ് മിശ്രയുടെ അച്ഛൻ അമ്മ പോലീസ് ഓഫീസേഴ്സ് ആയതിനാൽ സ്വഭാവത്തിൽ കുറച്ച് കഠിനതയുള്ളവരായിരുന്നു. ആദ്യം പയലിനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കുറച്ച് ദിവസത്തിനുള്ളിൽ പയലിന്റെ സ്വഭാവം, അവൾ പരിചരിക്കുന്ന രീതി, കുടുംബത്തെ ശ്രദ്ധിക്കുന്ന മനസ്സ് എല്ലാം കണ്ടതോടെ അവർ പയലിനെ മരുമകളായി സ്വീകരിച്ചു. അങ്ങനെ അവർ അവിടെ പുതിയൊരു ജീവിതം തുടങ്ങി. അന്ന് അവർ രണ്ടുപേരും കോളേജ് പഠനം മാത്രമാണ് പൂർത്തിയാക്കിയിരുന്നത്. ശരിയായ ജോലിയൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. അതിനാൽ ആനന്ദ് മിശ്ര ഒരു തീരുമാനമെടുത്തു. എന്തുകൊണ്ട് നമുക്ക് ഒഡീസയിൽ തന്നെ ഒരു ജിം തുടങ്ങിക്കൂടാ? അങ്ങനെ ഒരു ജിം ബിസിനസ് അവിടെ ആരംഭിച്ചു. അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചും തുടങ്ങി. പയലിന് ബാംഗ്ലൂരിലെ ടെൽ എന്ന കമ്പനിയിലും ജോലി ലഭിക്കുന്നു. പഠനം കഴിഞ്ഞ് ഒരുപാട് ദിവസമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ജോലി വെറുതെ ഒഴിവാക്കണ്ട എന്ന് പയലും ചിന്തിച്ചു. അതിനാൽ അവൾ ഒഡീസയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയി. ആനന്ദ് മിശ്ര ഒഡീസയിൽ തന്നെ ജിം നോക്കി അവിടെ താമസിക്കുന്നു. ഇങ്ങനെ ഇരുവരും രണ്ട് സംസ്ഥാനങ്ങളിൽ വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി. എങ്കിലും ദിവസവും ഫോൺ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം ഭാര്യയിൽ നിന്നും അകന്ന് താമസിക്കുന്നത് ശരിയല്ല എന്ന് ആനന്ദ് മിശ്രയ്ക്ക് തോന്നി. അതിനാൽ ഒഡീഷയിലെ ജിമ്മിൽ ഒരു മാനേജറെ നിയമിച്ചിട്ട് അവൻ നേരെ ബാംഗ്ലൂരിലേക്ക് വന്നു. പയൽ തന്റെ ടെൽ കമ്പനിയിൽ ജോലി തുടരുകയും ചെയ്തു. പക്ഷേ ഈ ആനന്ദ് മിശ്രയ്ക്ക് ബാംഗ്ലൂരിൽ ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവൻ പുതിയൊരു പദ്ധതി ഇട്ടു. ഒഡീഷയിലെ ജിം നന്നായി തന്നെ പോകുന്നുണ്ട്, അതുകൊണ്ട് ബാംഗ്ലൂരിൽ മറ്റൊരു ജിം തുടങ്ങാമെന്ന് പദ്ധതി ഇട്ടു. അങ്ങനെ അവിടെയും ഒരു ജിം ആരംഭിച്ചു. അതും നന്നായി തന്നെ പ്രവർത്തിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ആനന്ദ് മിശ്ര ഒഡീഷയിലും ബാംഗ്ലൂരിലും രണ്ട് ജിമ്മും നോക്കേണ്ട ഒരവസ്ഥയിലായി. ഇത് മാനേജ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായി. ചില ദിവസം ബാംഗ്ലൂർ, ചില ദിവസം ഒഡീഷ, ഇങ്ങനെ മാറി മാറി അവൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പയൽ അവൾ ബാംഗ്ലൂരിൽ തുടരുകയും ജോലി നോക്കുകയും ജിമ്മിനെ മാനേജ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഒഡീഷയിൽ ജിമ്മിൽ ആനന്ദ് മിശ്രയുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം അവൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം ഒഡീഷയിലെ ജിം നോക്കിയിട്ട് വരാം, ബാംഗ്ലൂരിലെ ജിം നീ നോക്കിക്കൊള്ളാമോ എന്ന് ചോദിച്ചു. പയൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് പയൽ പറഞ്ഞു, നമുക്ക് ബാംഗ്ലൂരിലെ ജിമ്മിലേക്ക് ഒരു ഇൻസ്ട്രക്ടർ മാനേജറെ നിയമിക്കാം. ഞാൻ രാവിലെ ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം തിരികെ ജിമ്മിലേക്ക് വരാം, ജിമ്മിന്റെ കാര്യങ്ങളും നോക്കാം. ഇങ്ങനെ ഒരു ഉറപ്പ് നൽകി. അങ്ങനെ ആനന്ദ് മിശ്ര ഒഡീഷയിലേക്ക് പോകുന്നു. പയൽ ബാംഗ്ലൂരിൽ തന്നെ തുടരുകയും ജിം മാനേജ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2010 ഡിസംബർ മാസം ഒരു ദിവസം പതിവ് പോലെ ആനന്ദ് മിശ്ര ഒഡീഷയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്നു.
അവിടെ ചില ദിവസം താമസിച്ച ശേഷം ഡിസംബർ മാസം 16-ന് തിരികെ ഒഡീഷയിലേക്ക് തന്നെ പോകുന്നു. അപ്പോഴും പയൽ ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. ഡിസംബർ 17-ാം തീയതി രാവിലെ ഏകദേശം ഒരു 11 മണിക്ക് ആനന്ദ് മിശ്ര പയലിന് ഫോൺ ചെയ്യുന്നു. പക്ഷേ പയൽ ഫോൺ എടുക്കുന്നില്ല. ബിസി ആയിരിക്കും എന്ന് വിചാരിച്ച് അയാൾ കാത്തിരുന്നു. പയൽ തന്നെ തിരിച്ചു വിളിക്കും എന്ന് വിശ്വസിച്ചു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിരുന്നു അയാൾ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പയലിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. ആനന്ദ് മിശ്ര വീണ്ടും വിളിച്ചു. അപ്പോഴും ഫോൺ എടുത്തില്ല. പിന്നീട് വിളിക്കുമ്പോൾ അവളുടെ ഫോൺ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ ദിവസം അല്പം ഭയവും ആശങ്കയും കലർന്ന ഒരു ദിവസമായിരുന്നു. ഭാര്യ ഫോൺ എടുക്കാത്തതിൽ അയാൾക്ക് വല്ലാത്ത ആശങ്ക തോന്നി. ഉടൻ തന്നെ അവൾ താമസിക്കുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റി മാനേജറെ വിളിച്ചു. ഭാര്യ വീട്ടിൽ തനിച്ചാണ്. ഞാൻ ഫോൺ ചെയ്തിട്ടാണെങ്കിൽ എടുക്കുന്നില്ല. ദയവ് ചെയ്ത് വീട്ടിലേക്കൊന്ന് ചെന്ന് നോക്കാമോ എന്ന് ഒരൽപ്പം ഭയക്കുന്ന വിറക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു. മാനേജർ ഉടൻ തന്നെ ഫ്ളാറ്റിലേക്ക് പോയി. വാതിൽ തട്ടിയും വിളിച്ചു നോക്കിയെങ്കിലും അകത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇല്ല. അയാൾ തിരിച്ച് ഭർത്താവിനെ ഇക്കാര്യം അറിയിച്ചു. ഇപ്പോൾ ആനന്ദ് മിശ്ര പറഞ്ഞത്, താങ്കളുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാകുമല്ലോ, അതുപയോഗിച്ച് വാതിൽ തുറന്ന് നോക്കാമോ എന്ന്. ഇങ്ങനെ ഭർത്താവിന്റെ അനുവാദം വാങ്ങി മാനേജർ ശ്രദ്ധാപൂർവ്വം വാതിൽ തുറന്നു. അകത്ത് കടന്നത് മുതൽ വീടിന്റെ അസാധാരണമായ നിശബ്ദത അദ്ദേഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ലിവിംഗ് റൂമിലേക്ക് കയറുമ്പോൾ നിലത്തും ചുമരിലും ചിതറിക്കിടക്കുന്ന ചുവന്ന നിറത്തിലുള്ള ഒരു ദ്രാവകം അദ്ദേഹം ശ്രദ്ധിച്ചു. ആദ്യം അതൊരു പെയിന്റ് എന്ന് തോന്നി. പക്ഷെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അത് രക്തമാണെന്ന് വ്യക്തമായി. ഭയന്ന് വിറച്ചുകൊണ്ട് അദ്ദേഹം ഓരോ മുറിയായി പരിശോധിക്കാൻ തുടങ്ങി. ഒടുവിൽ പയൽ സുരേഖയുടെ ബെഡ്റൂമിലേക്ക് എത്തി. അവിടെ കണ്ട കാഴ്ചയായിരുന്നു ഏറ്റവും ഭീകരം. പയൽ സുരേഖയുടെ മൃതശരീരം നിലത്ത് കിടക്കുകയാണ്. അവളുടെ കൈകൾ പിൻവശത്ത് കെട്ടിയിരിക്കുകയാണ്. ശരീരമാകെ കത്തിക്കുത്തേറ്റ മുറിവുകൾ. ചില മണിക്കൂറുകൾക്ക് മുൻപ് മരണം സംഭവിച്ചുവെന്ന് വ്യക്തമാണ്. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ഭർത്താവിനെ വിവരം അറിയിച്ചു. തുടർന്ന് ആ നഗരത്തിലെ പോലീസ് സ്റ്റേഷനിലേക്കും റിപ്പോർട്ട് നൽകി. ഇൻസ്പെക്ടർ ഉമേഷ് ക്രൈം സീനിൽ നോക്കി. ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീടിന്റെ വാതിലുകൾ അങ്ങനെ ഇടിച്ചു തകർത്തിട്ടൊന്നും ഇല്ല. ഫോഴ്സ് എൻട്രി ഇല്ല. കൊലയാളി അവളെ പരിചയമുള്ള ഒരാളാണ്. കബോർഡ്, ബ്യൂറോ എല്ലാം ചിതറിക്കിടക്കുകയാണ്, തുറന്നു കിടക്കുകയാണ്. വിലപിടിച്ച സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരീരത്തിൽ 23-25ഓളം കത്തിക്കുത്തുകളുണ്ട്. പ്രത്യേകിച്ച് കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ഇത് ഒരു പതിവ് കൊലപാതകം അല്ല, ഒരു ഓവർ കില്ലിംഗ് ആണ്. അതായത് വ്യക്തിപരമായ ദേഷ്യം, പ്രതികാരമൊക്കെ വീട്ടണം എന്നുള്ള ഒരാൾ മാത്രമേ ഇങ്ങനെയൊക്കെ കൊല്ലുകയുള്ളൂ, കത്തിക്കൊണ്ട് ഇത്രമാത്രം കുത്തുകയുള്ളൂ. ഫോറൻസിക് ടീം കണ്ടെത്തിയത് മൂന്നാമതൊരു വ്യക്തിയുടെ മുടിയുടെ സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. വീട്ടുകാരിൽ ആരുടേതുമല്ലാത്ത രക്തക്കറ. അപരിചിതനായ ഒരാളുടെ വിരലടയാളം ഉണ്ട്. ഇതെല്ലാം വെച്ച് കൊലയാളിയുടെ DNA കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസ് വിശ്വസിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരണം രാവിലെ 9:10 നടന്നു. അവസാനം സംഭവിച്ച കഴുത്തിലെ ആഴത്തിലുള്ള കത്തി കൊണ്ടുള്ള ആ മുറിവാണ്. അതാണ് മരണകാരണം. ശരീരത്തിൽ തന്നെ ഒരുപാട് കത്തി കൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട്. ഇതെല്ലാം കൊലയാളിയുടെ ദേഷ്യത്തിന്റെ അടയാളമാണ്. തുടർന്ന് പയലിന്റെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചു. ദുഃഖവും ഞെട്ടലും വിശ്വസിക്കാനാകാത്തൊരു യാഥാർത്ഥ്യവുമായി അവർ അങ്ങനെ തെന്നി മറിയുകയായിരുന്നു. സുരേഖയുടെ കൊലപാതകത്തിന് ശേഷം ഒഡീഷയിലും ആസാമിലുമുള്ള ബന്ധുക്കളെല്ലാം ഭീതിയോടുകൂടി ബാംഗ്ലൂരിലേക്ക് എത്തി. അന്വേഷണം ഏറ്റവും ആദ്യം ആരംഭിച്ചത് ഭർത്താവിൽ നിന്നാണ്. നമുക്ക് തന്നെ അറിയാം, സാധാരണയായി ഭാര്യ കൊല്ലപ്പെട്ടാൽ ആദ്യം സംശയത്തിന്റെ കണ്ണ് ഭർത്താവിലേക്കാണ് തിരിയുക. പോലീസ് അദ്ദേഹത്തോട് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. നിങ്ങൾ എപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്നും പോയത്? ഭാര്യയോട് അവസാനമായി സംസാരിച്ച സമയം, നിങ്ങൾ അന്ന് യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിനെല്ലാം അയാൾ പറഞ്ഞത്, ഡിസംബർ 16 വൈകുന്നേരം ഞാൻ ഒഡീഷയിലേക്ക് പുറപ്പെട്ടു. രാത്രി ഒഡീഷയിലെത്തി. അതിനുശേഷം ഭാര്യ ഫോൺ വിളിച്ച് സംസാരിച്ചു. പക്ഷേ അടുത്ത ദിവസം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. അപ്പോഴാണ് ആശങ്ക തുടങ്ങിയത്. പിന്നെ മാനേജറെ വിട്ട് വീട്ടിൽ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ മൊബൈൽ സിഗ്നൽ പരിശോധിച്ചു. സംഭവ ദിവസം അദ്ദേഹം ഒഡീഷയിൽ തന്നെയായിരുന്നു. ബാംഗ്ലൂരിൽ വരാനും പോകാനുമുള്ള സമയവും അദ്ദേഹത്തിന് ഇതിനിടയിൽ ഇല്ലായിരുന്നു. അതിനാൽ ഭർത്താവിനും ഈ കൊലപാതകത്തിന് ബന്ധമില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു. തുടർന്ന് വാച്ച്മാനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത്, രാവിലെ 9 മണിക്ക് ഒരു അന്യനായ ആൾ ഗേറ്റിലെത്തി പായൽ സുരേഖയെക്കുറിച്ച് ചോദിച്ചു. അയാളെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ആ സമയത്ത് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ അയാൾ മുഴുവനും മൂടിയിട്ടുണ്ടായിരുന്നു. മുഖത്ത് സൺഗ്ലാസും ഉണ്ടായിരുന്നു. ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ നേരിൽ കണ്ടാൽ ഒരല്പമെങ്കിലും തിരിച്ചറിയാനാകുമെന്ന് അയാൾ പറഞ്ഞു. തുടർന്ന് ഭർത്താവിനെ വാച്ച്മാന്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അയാൾ വ്യക്തമായി പറഞ്ഞു, ഇല്ലില്ല, ഇതല്ല വ്യക്തിയെന്ന്. ഇതോടെ ഭർത്താവിന് നേരെയുള്ള സംശയം പൂർണ്ണമായും മാറി. തുടർന്ന് പോലീസ് ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ?
സുരേഖയോട് പ്രതികാരം ചെയ്യാൻ തക്കവണ്ണം പ്രശ്നം ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. വളരെ ആഴത്തിൽ ചിന്തിച്ച ഭർത്താവ് പറഞ്ഞത്, ഒഡീഷയിൽ ഒരു ജിം ട്രെയിനർ ഉണ്ട്, വിക്രം സിംഗ് എന്നാണ് അവന്റെ പേര്. ഞാൻ ഒഡീഷയിൽ നടത്തുന്ന ജിം, അവിടെയുള്ള വിക്രം സിംഗ് എന്ന ട്രെയിനറുമായി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വലിയ തർക്കമുണ്ടായിരുന്നു. കാര്യങ്ങൾ ഒരു അടിപിടി വരെയും പോയിരുന്നു. അവനോട് എനിക്ക് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവനായിരിക്കുമോ എന്ന് അയാൾ സംശയം പറഞ്ഞു. പോലീസ് ഈ വിക്രം സിംഗിന്റെ ഫോൺ റെക്കോർഡ് പിന്നെ പരിശോധിച്ചു. അയാൾ മുഴുവൻ സമയവും ഒഡീഷയിൽ തന്നെയായിരുന്നു. ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാനും ഇടയില്ല. അതുകൊണ്ട് അവനെയും സംശയ പട്ടികയിൽ നിന്നും മാറ്റി. ഇപ്പൊ പോലീസ് ഈ ഭർത്താവിനോട് വീണ്ടും ചോദിച്ചു, സർ, ബാംഗ്ലൂരിൽ തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇപ്പോൾ അയാൾ പറഞ്ഞു, അതെ, ഒരാളുണ്ട്, ജെയിംസ് എന്നാണ് അവന്റെ പേര്. അയാൾ ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ ജിമ്മിലെ ട്രെയിനറാണ്. ഭർത്താവ് ഒഡീഷയിൽ പോകുന്ന ഇടവേളകളിൽ ആ ജിം മുഴുവനും അവന്റെ ചുമതലയിലാണുള്ളത്. പായൽ സുരേഖയും ചിലപ്പോഴൊക്കെ ജിമ്മിന്റെ കാര്യം നോക്കും. പക്ഷേ സ്ത്രീ കസ്റ്റമേഴ്സിൽ നിന്നും നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അനാവശ്യമായി സ്പർശിക്കുന്നു, വല്ലാത്ത രീതിയിൽ നോക്കുന്നു എന്നൊക്കെ. തുടർന്ന് പായലും ഭർത്താവും ഒരു ദിവസം അവനെ വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ തന്നെ അവനെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. ജെയിംസ് അതിൽ വല്ലാത്ത നിരാശനായിരുന്നു. ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം ഒരു ദിവസം ഭർത്താവിനെ വിളിച്ചിരുന്നു. അതും പായൽ സുരേഖ കൊല്ലപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ് അവൻ വിളിച്ചിരുന്നു. ദയവായി എന്നെ വീണ്ടും ജോലിക്ക് എടുക്കണം എന്നവൻ യാചിച്ചു പറഞ്ഞു. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. ഇത് കേട്ടപ്പോൾ പോലീസിന് വീണ്ടും സംശയം ജെയിംസിലേക്ക് തിരിഞ്ഞു. എന്തുകൊണ്ടാണ് ജെയിംസ് കൊലപാതകത്തിന് ഒരു ദിവസം മുൻപ് വിളിച്ചത്? അവൻ അപ്പോൾ ബാംഗ്ലൂർ തന്നെ കാണില്ലേ? അങ്ങനെ അവന്റെ ഫോൺ സിഗ്നൽ പരിശോധിച്ചു. പായൽ സുരേഖ കൊല്ലപ്പെട്ട സമയത്ത് ജെയിംസ് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായിരുന്നു. അതിലും ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യം, അവന്റെ മൊബൈൽ പായൽ താമസിച്ച അപ്പാർട്ട്മെന്റിനടുത്തുള്ള ടവറിൽ തന്നെ പിക്ക് ചെയ്തിരുന്നു. ഇതോടെ അന്വേഷണത്തിന്റെ മുഴുവൻ കോണും ജെയിംസിലേക്ക് തന്നെ മാറി. അവന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ തിരിച്ചറിയാൻ പോലീസ് വീണ്ടും സിഗ്നൽ ട്രാക്ക് ചെയ്തപ്പോൾ വിജയവാഡയിലെ ഒരു സ്ഥലത്ത് അവൻ ഉണ്ടെന്ന് കണ്ടെത്തി. മണിക്കൂറുകൾക്കകം തന്നെ വിജയവാഡ പോലീസ് ജെയിംസിനെ അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നു. ഉമേഷ് എന്ന പോലീസ് അധികാരിയെ ജെയിംസ് കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞത്, ഞാനല്ല, ഞാൻ കൊന്നിട്ടില്ല, ഇതെല്ലാം എന്നെ കുടുക്കാൻ ആരോ ചെയ്യുന്നതാണെന്ന്. പക്ഷെ ഫോറൻസിക് പറയുന്ന മറ്റൊന്നായിരുന്നു. ക്രൈം സീനിൽ കിട്ടിയ ആ ഒരു മുടിയുടെ സാമ്പിൾ, വാതിലിനും ഫർണിച്ചറിൽ നിന്ന് കിട്ടിയ ആ ഫിംഗർ പ്രിന്റ്സ്, നിലത്ത് പറ്റിയിരുന്ന രക്തത്തിന്റെ തുള്ളികൾ, ഇവയിൽ നിന്നുള്ള DNA റിസൾട്ട് വന്നപ്പോൾ എല്ലാം ജെയിംസിന്റെ DNAയുമായി മാച്ച് ചെയ്തിരുന്നു. കുറ്റക്കാരൻ അവനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവയൊന്നും തള്ളിപ്പറയാനാകാതെ അവസാനം ജെയിംസ് മുഖം താഴ്ത്തി നിന്നു. അതെ സാർ, ഞാനാണ് പായലിനെ കൊന്നതെന്ന് അവൻ പറഞ്ഞു. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കാരണം കേട്ട് പൂർണ്ണ ബാംഗ്ലൂർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞെട്ടിപ്പോയി. ആനന്ദ് മിശ്ര ഒഡീഷയിൽ ജിം നടത്തുന്നത് കൊണ്ട് ബാംഗ്ലൂരിലുള്ള ജിം ഇങ്ങനെ ഡേ ടു ഡേ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജെയിംസ് ആയിരുന്നു. പായൽ സുരേഖ വൈകുന്നേരം ഓഫീസിൽ നിന്നും വന്നതിന് ശേഷം ജിമ്മിലെ കാര്യങ്ങൾ നോക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം നല്ലതുപോലെ പോവുകയായിരുന്നു. പക്ഷെ ഇതിനിടെ പല വനിതാ കസ്റ്റമേഴ്സും ജെയിംസിനെതിരെ ഗുരുതരമായ പരാതി നൽകി. അനാവശ്യമായി തൊടുന്നു, തെറ്റായ നോട്ടം, അസാധുവായ പെരുമാറ്റം. ഇതെല്ലാം കേട്ടപ്പോൾ ആനന്ദും പായലും അവനെ വിളിച്ച് ചോദ്യം ചെയ്തു. ഒരു നിമിഷം പോലും വൈകാതെ അവനെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. ജെയിംസിന് സത്യത്തിൽ അത് വലിയൊരു ആഘാതമായിരുന്നു. ജോലി നഷ്ടപ്പെട്ടു, ജീവിക്കാൻ ബുദ്ധിമുട്ടായി. പിന്നീട് അവൻ കുടുംബത്തെയും കൂട്ടി ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദ്, പിന്നീട് വിജയവാഡ ഇങ്ങനെ അലഞ്ഞു നടന്നു. കാര്യങ്ങളൊന്നും സാധിച്ചില്ല. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവരുടെ ഒരു മ്യൂച്വൽ സുഹൃത്തായ ഭവാനി ശങ്കർ എന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തു. സാർ, എനിക്ക് വലിയൊരു തെറ്റുപറ്റി, ജോലിയിൽ നിന്നും എന്നെ നീക്കി. ഓരോ ദിവസവും ഞാനും കുടുംബവും ബുദ്ധിമുട്ടുന്നു. ദയവായി ആനന്ദിനോട് പറഞ്ഞ് എന്നെ വീണ്ടും ജോലിയിൽ എടുക്കാൻ ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ കരഞ്ഞു പറയുകയായിരുന്നു. ഭവാനി ശങ്കറിന് കാര്യം മനസ്സിലായി. ശരി, നീ ബാംഗ്ലൂരിലേക്ക് വാ, പായലിനോട് ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഭവാനി ശങ്കർ ജെയിംസിനെയും കൂട്ടി പായൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോയി. വാതിൽ തുറന്ന് ജെയിംസിനെ കണ്ടപ്പോൾ പായലിന്റെ മുഖം ദേഷ്യം കൊണ്ടിങ്ങനെ വിളറി. എന്റെ ജിമ്മിനൊരു നല്ല പേരുണ്ട്. നീ ചെയ്ത പെരുമാറ്റം കാരണം സ്ത്രീകളെല്ലാം ഭയന്നിരിക്കുകയാണ്. ഇനിയും നിന്നെ തിരികെ എടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതൊരിക്കലും നടക്കില്ല. ഇങ്ങനെ പായൽ രൂക്ഷമായി തന്നെ പറഞ്ഞു. ജെയിംസ് തല കുനിച്ച് നിശബ്ദനായി പുറത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ ആ വാക്കുകൾ അതവന്റെ മനസ്സിനെ കീറി മുറിച്ചു. ജെയിംസ് മനസ്സിൽ തന്നെ പറഞ്ഞു, ജോലി തന്നില്ലെങ്കിലും വേണ്ട, പക്ഷെ ഇങ്ങനെ നാണം കെടുത്തണോ? ഇതൊന്നും ഞാൻ സഹിക്കില്ല. അവളെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ പ്രതികാരം ആ നിമിഷമായിരുന്നു പിറന്നത്. ആനന്ദ് പലപ്പോഴും ഒഡീഷയിലേക്ക് പോകുന്ന കാര്യം ജെയിംസിന് നന്നായി തന്നെ അറിയാം. അതിനാൽ പായൽ സുരേഖ ഒറ്റയ്ക്കായിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെ 16-ാം തീയതി അവൻ ആനന്ദ് മിശ്രയ്ക്ക് ഫോൺ ചെയ്തു. ദയവ് ചെയ്ത് എന്നെ ജോലിക്ക് കയറ്റുമോ എന്ന് അഭ്യർത്ഥിച്ചു പറഞ്ഞു. ആ ഫോൺ കോളിലൂടെയാണ് ആനന്ദ് മിശ്ര ബാംഗ്ലൂരിൽ ഇല്ല എന്ന കാര്യം ജെയിംസ് ഉറപ്പിച്ചത്. അടുത്ത ദിവസം ഡിസംബർ മാസം 17-ാം തീയതി രാവിലെ ഒരു 9:30
പായൽ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നറിഞ്ഞ ജെയിംസ് അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി. വാതിൽ തട്ടിയപ്പോൾ പായൽ വാതിൽ തുറന്നു. ജെയിംസിനെ കണ്ട ഉടനെ അവൾ ഞെട്ടിപ്പോയി. നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും ചോദിച്ചു. പക്ഷേ ഉടൻ തന്നെ അവൻ പായൽ സുരേഖയെ വീടിനുള്ളിലേക്ക് തള്ളിക്കയറ്റി വാതിൽ പൂട്ടി. കൂടെ കൊണ്ടുവന്നിരുന്ന കത്തിയെടുത്ത് കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ 16-17 തവണ കുത്തി. പിന്നീട് കഴുത്തിലും കുത്തി. അവളുടെ ജീവൻ പോയതിനു ശേഷം പോലും അവന് ദേഷ്യം തീർന്നില്ല. വീണ്ടും വീണ്ടും അവൻ കുത്തിക്കൊണ്ടിരുന്നു. ആകെ 25 തവണ കത്തി കൊണ്ട് കുത്തി. ശേഷം അവളുടെ കൈകൾ രണ്ടും കെട്ടി. താൻ മുൻപ് ചെയ്ത തെറ്റുകൾ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും തെളിവുകൾ വെച്ചിട്ടുണ്ടോ എന്ന് അവൻ ആ വീട് പരിശോധിക്കാൻ തുടങ്ങി. പിന്നീട് ക്രൈം സീൻ ഒരു കവർച്ച പോലെ തോന്നിക്കാനായി ലാപ്ടോപ്പ്, പേഴ്സ്, വീട്ടിലുണ്ടായിരുന്ന വിലപിടിച്ച സാധനങ്ങൾ, കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ച കത്തി എല്ലാം എടുത്തു. വീട്ടിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ അകലെയുള്ള ഒരു തടാകത്തിൽ എല്ലാം എറിഞ്ഞു. പിന്നാലെ അന്വേഷണ സമയത്ത് ആ തടാകത്തിൽ നിന്നും പോലീസ് കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി, ലാപ്ടോപ്പ്, വീട്ടിൽ നിന്നും മോഷ്ടിച്ച വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കണ്ടെത്തി. ഇപ്പോൾ ജെയിംസിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. ശാരീരിക തെളിവുകൾ, ഫോറൻസിക് തെളിവുകൾ, ഐ വിറ്റ്നസ് എല്ലാം ഉണ്ടായിരുന്നു. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാൻ ഇതിലും അധികം എന്ത് വേണം? ഇതോടുകൂടി ഈ ഒരു കേസ് അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ ഇല്ല. ഇനിയാണ് ആശ്ചര്യകരമായ ട്വിസ്റ്റുകൾ വരാനിരിക്കുന്നത്. ജയിലിൽ കോടതി വിചാരണയ്ക്കായി ജെയിംസ് ഇങ്ങനെ കാത്തിരിക്കുന്നു. ആ സമയത്താണ് കൊല്ലപ്പെട്ട സുരേഖയുടെ അച്ഛൻ ഇയാളൊരു കത്തെഴുതി. അയാൾ ആ കത്തിൽ പറഞ്ഞത്, സർ, നിങ്ങളുടെ മകളെ ഞാൻ കൊന്നിട്ടില്ല. ആരോ എന്നെ കുടുക്കിയതാണ്. സത്യത്തിൽ നിങ്ങളുടെ മകളെ കൊന്നത് നിങ്ങളുടെ മരുമകൻ തന്നെയാണ്. അവൻ ഭാര്യയോടുള്ള ദേഷ്യത്തിൽ ഈ കൊലപാതകം ചെയ്തു. എന്നെ അവൻ ഇതിൽ കുടുക്കിയതാണ്. അതിന്റെ കൂടെ തന്നെ അവനൊരു തെളിവും ചേർത്തു. അനന്ത് മിശ്ര കൊലപാതകം നടന്ന ദിവസം ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് കാണിക്കുന്ന ഒരു കോൾ റെക്കോർഡ് പ്രിന്റ് ഔട്ട് ആയിരുന്നു അത്. ഈ കത്ത് കണ്ട് സുരേഖയുടെ അച്ഛൻ പൂർണ്ണമായും ഷോക്കായി. ആസാമിൽ നിന്നും ഉടൻ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. JB നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന്, നിങ്ങൾ തെറ്റായ ആളെയാണ് അറസ്റ്റ് ചെയ്തത്, നിങ്ങൾ യഥാർത്ഥ പ്രതിയെ വിട്ടയച്ചുവെന്നാണ് അയാൾ വാദിച്ചത്. ആ കത്തിൽ അയാൾക്ക് കിട്ടിയ പ്രിന്റ് ഔട്ടും കാണിച്ചു കൊടുത്തു. ആനന്ദ് മിശ്ര പണം കൊടുത്ത് ഇൻസ്പെക്ടർ ഉമേഷിനെ വാങ്ങിയതാണ്. അയാളാണ് ഈ കേസ് മാനിപ്പുലേറ്റ് ചെയ്തതെന്നും പറഞ്ഞു. ഇങ്ങനെ സുരേഖയുടെ അച്ഛൻ ഉമേഷിനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് സുരേഖയുടെ അച്ഛൻ വീണ്ടും സംശയം കൂടിയത്. ജെയിംസ് പറഞ്ഞതെല്ലാം ശരിയാണ്. ഉമേഷ് അനന്ത് മിശ്രയുടെ പണത്തിന് കീഴടങ്ങിയത് കൊണ്ടാണോ സത്യം മറച്ചു വെക്കുന്നത് എന്ന്. തുടർന്ന് അദ്ദേഹം നേരിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. 2015 ജനുവരി മാസത്തിൽ, എന്റെ മകളുടെ കൊലപാതകത്തിൽ പോലീസ് തെറ്റായ ആളെയാണ് അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥ കൊലയാളി എന്റെ മകളുടെ ഭർത്താവാണ്. ഇത് ശരിയായി അന്വേഷിക്കണം. ബാംഗ്ലൂർ പോലീസിന് ഇത് കഴിവതും അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ കേസ് CBIയിലേക്ക് മാറ്റണം. ഈ ഒരു രീതിയിലായിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അങ്ങനെ കേസ് ഉടൻ CBIയിലേക്ക് മാറുന്നു. CBI അന്വേഷണം പുതുതായി തുടങ്ങുമ്പോൾ ആദ്യം അവർ നോക്കിയ രീതി എന്താണെന്ന് അറിയണ്ടേ? കുറ്റസ്ഥലത്ത് ജെയിംസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോലീസ് ഓഫീസർ ഉമേഷ്, ഇയാളെ അനന്ത് മിശ്ര പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ടോ? അത് തെളിയിക്കാനായാൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ കിട്ടും എന്ന് CBI ചിന്തിച്ചു. അതിനായി ഉമേഷിന്റെ, ഭാര്യയുടെ, ബന്ധുക്കളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു. പക്ഷെ ആനന്ദ് മിശ്രയിൽ നിന്നും ഒരു പൈസ പോലും ഇവർക്ക് വന്നിട്ടില്ല എന്നും തെളിഞ്ഞു. അതേസമയം കൊലപാതകം നടന്ന സമയം അനന്ത് മിശ്ര ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. അതിനും തെളിവ് കിട്ടിയിട്ടില്ല. പക്ഷെ അതിശയകരമായി അവൻ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലുള്ള ഒരു സെൽഫോൺ ടവർ റെക്കോർഡ് കൊലപാതകി ഈ പെൺകുട്ടിയുടെ അച്ഛന് കൈമാറിയിരുന്നു. ഇതെങ്ങനെ ലഭിച്ചുവെന്ന് CBIക്ക് മനസ്സിലായില്ല. അതിനൊപ്പം കുറ്റസ്ഥലത്ത് അനന്ത് മിശ്ര ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള തെളിവുകളും ഇല്ല. ഇതൊക്കെയാണ് CBI പൂർണ്ണമായും കുഴപ്പിച്ചത്. ഇതിനിടയിൽ ജെയിംസ് ജയിലിരുന്നു കൊണ്ട് തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കത്തെഴുതി. എന്നെ തെറ്റായി അറസ്റ്റ് ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ലാത്ത കൊലയ്ക്ക് സമ്മതിക്കാൻ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് പരിശോധിച്ച ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ബാംഗ്ലൂർ സർക്കാരിനെതിരെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. നിങ്ങൾ തെറ്റായ ആളെ അറസ്റ്റ് ചെയ്തു. ഇതുവരെയും നടന്ന അന്വേഷണ ചിലവുകളെല്ലാം സർക്കാർ വഹിക്കണം. ഇതോടെ പൊതുജനങ്ങൾക്കും CBIക്കും തന്നെ ഒരു സംശയം വന്നു. ജെയിംസ് ആണോ കൊലയാളി? അല്ലെങ്കിൽ അനന്ത് മിശ്ര തന്നെയാണോ ഭാര്യയെ കൊന്നത്? അല്ലെങ്കിൽ അനന്ത് മിശ്ര ജെയിംസിനെ ഹയർ ചെയ്ത് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണോ? അങ്ങനെ അന്വേഷണം നീണ്ടുപോയി. മാസങ്ങളും വർഷങ്ങളുമായി മറുപടി ഒന്നും ലഭിച്ചില്ല. അവസാനം മരിച്ചുപോയ പായൽ സുരേഖയുടെ അച്ഛൻ സുപ്രീം കോടതിയിലേക്ക് പോയി. അവിടെ CBIയോട് തന്നെ അന്വേഷണം തുടരാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. പക്ഷെ പഴയ ടീം വേണ്ട, പുതിയ ടീം രൂപീകരിച്ച് കേസ് വീണ്ടും തുടങ്ങണം. ഇതായിരുന്നു ഉത്തരവ്. 2015-16 കാലത്ത് പുതിയ CBI സംഘം അന്വേഷണം തുടങ്ങി. പുതിയ ടീം ആദ്യം പരിശോധിച്ചത് കൊലപാതകം നടന്ന ആ സമയം ആ സ്ഥലത്ത് ആനന്ദ് മിശ്ര ഉണ്ടായിരുന്നു. ആ സമയം അയാൾ എവിടെയായിരുന്നു എന്ന്.
പരിശോധനയിൽ അനന്ത് മിശ്ര സത്യത്തിൽ ഒഡീഷയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. അയാൾ ആ സമയം ബാംഗ്ലൂരിൽ ഇല്ലായിരുന്നു. എങ്കിലും അയാൾ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു എന്നതുപോലുള്ള ഒരു റെക്കോർഡ് എടുത്ത് ജെയിംസ് അതിന്റെ പ്രിന്റ് ഔട്ട് പായലിന്റെ അച്ഛൻ നൽകിയിരുന്നു. അത് എങ്ങനെ? അതാണ് സംശയം. അതുകൊണ്ട് അതൊരു ഫേക്ക് റെക്കോർഡ് ആയിരിക്കാം. ഇവിടെയാണ് CBIക്ക് ഒരു വലിയ ബ്രേക്ക് ത്രൂ ലഭിച്ചത്. പയൽ സുരേഖയുടെ അയൽക്കാരനായ രഘു എന്ന വ്യക്തി കൊലപാതകം നടന്ന സമയത്ത് തന്നെ അവനോട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് വീടിനുള്ളിൽ ഒരു വലിയ അലർച്ച കേട്ടിരുന്നു. അല്പസമയത്തിന് ശേഷം ഒരു പുരുഷൻ പുറത്തേക്ക് നടന്നു പോകുന്നതും കണ്ടു എന്ന്. പഴയ CBI ഉദ്യോഗസ്ഥരും പോലീസ് ഓഫീസറായ ഉമേഷും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര സീരിയസ് ആയി എടുത്തില്ല. പക്ഷെ പുതിയ ടീം രഘു പറഞ്ഞ കാര്യം സീരിയസ് ആയി എടുത്തു. അയാളെ മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുന്നു. ജെയിംസിന്റെ മുന്നിൽ നിർത്തി ചോദിച്ചു, ഇയാളെയാണോ നീ കണ്ടത് എന്ന്. രഘു ഒരു നിമിഷം പോലും താമസിയാതെ പറഞ്ഞു, അതെ, ഞാൻ കണ്ടത് ഇയാളെ തന്നെയാണ്. ഈ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന്. ഇത് പ്രധാനപ്പെട്ട ഒരു ഐ വിറ്റ്നസ്സായി തന്നെ മാറി. അങ്ങനെ കേസ് പൂർണ്ണമായും വഴിമാറി. ഇതോടെ അനന്ത് മിശ്ര പണം കൊടുത്തേക്കാമെന്നുള്ളതിന് തെളിവില്ല. ഫോറൻസിക് തെളിവുകൾ ജെയിംസിനെതിരെയാണ്. പുതിയ ഐ വിറ്റ്നസ്സും ഉണ്ട്. ജെയിംസ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനും തെളിവുണ്ട്. ഇങ്ങനെ എല്ലാ തെളിവുകളും ഒരേ ആളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അവസാനം 2019 പുതുതായി രൂപീകരിച്ച ഈ CBI ടീം അന്തിമ നിഗമനത്തിലെത്തി. ഈ കൊലപാതകം നടത്തിയത് ജെയിംസ് തന്നെയാണ് എന്ന്. ഈ കേസ് മാനിപ്പുലേറ്റ് ചെയ്യാനും അനന്ത് മിശ്രയെ കുറ്റവാളിയാക്കാനും ജെയിംസ് വ്യാജമായി ചില കോൾ റെക്കോർഡ്സ് നിർമ്മിച്ചു. അവയെ പ്രിന്റ് ഔട്ട് എടുത്ത് പായലിന്റെ അച്ഛന് തന്നെ അയച്ചു കൊടുത്തു. ഈ കൃത്രിമ രേഖയിലൂടെ അനന്ത് മിശ്ര കുറ്റവാളിയെന്ന് തെളിയിക്കാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവസാനം 2019 നവംബർ മാസം CBI നടത്തിയ മുഴുവൻ അന്വേഷണത്തിന് ശേഷം ഈ ജെയിംസായ ജിം ട്രെയിനർ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് ഉറപ്പുവരുത്തി. അവന് ബാംഗ്ലൂർ കോടതി പരോൾ അനുവദിക്കാനാകാത്ത വിധം ആയുഷ്കാല തടവ് ശിക്ഷ വിധിച്ചു. 2010 അവൻ ശിക്ഷിക്കപ്പെടേണ്ട ആളായിരുന്നു. പക്ഷേ അവന്റെ ആ ക്രിമിനൽ ബുദ്ധിയിലൂടെ അവൻ പല കാര്യങ്ങൾ അതിനുശേഷം ചെയ്തു. എവിടെ അടിച്ചാൽ വേദനിക്കുമെന്ന് അവൻ നന്നായി തന്നെ അറിയാം. കേസിനെ എങ്ങനെ വഴിതിരിച്ചു വിടാം, ആരെയെല്ലാം കൊടുക്കാം, ഇതൊക്കെ അവൻ ശ്രമിക്കുകയായിരുന്നു. അത്രത്തോളം തന്ത്രശാലിയായിരുന്നു അവൻ. റിലീസാകാനായി വ്യാജ ഫോൺ റെക്കോർഡ്സ് എല്ലാം ഉണ്ടാക്കി. അവയിൽ ഒരു കത്തും ചേർത്ത് പയലിന്റെ അച്ഛൻ അയച്ചു കൊടുത്തു. ഇതിലൂടെ തന്നെ മനസ്സിലാകും ഒരു കഴിവുള്ള കുറ്റവാളിയുടെ ദുഷ്ടചിന്ത. ഇതോടുകൂടി ഈ ഒരു കേസ് അവസാനിച്ചു. അടുത്ത് പറയാനുള്ളത് എൻ്റെ ചില അഭിപ്രായമാണ്. ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഈ ഒരു കേസിലൂടെ നമ്മൾ പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരിക്കലും അനാവശ്യമായി മറ്റൊരാളോട് വൈരാഗ്യവും പ്രശ്നവും പിടിച്ചു നിർത്തരുത്. അനാവശ്യമായ സ്നേഹം, വാക്ക്, അവഹേളനം ഇതൊന്നും പാടില്ല. ഉദാഹരണത്തിന് നമുക്ക് വേണ്ടി ജോലി എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ പണം മോഷ്ടിച്ചാലോ ശരിയായി ജോലി ചെയ്തില്ലെങ്കിലോ അവനെ ജോലിയിൽ നിന്നും നിങ്ങൾക്ക് പറഞ്ഞയക്കാം. പക്ഷേ അവനെ അവഹേളിച്ച് സംസാരിക്കുക, അവൻ്റെ ഈഗോയെ ടച്ച് ചെയ്യുക, ഇതൊന്നും ചെയ്യരുത്. നമുക്ക് പരിചയമില്ലാത്ത ആളുകളോട് നമ്മൾ എളുപ്പത്തിൽ വഴക്കിടും. ഉദാഹരണത്തിന് നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ നിൽക്കും, പിന്നെ നിന്നും ആരെങ്കിലും ഹോൺ അടിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. എന്തിനാണ് ഇങ്ങനെ വെറുതെ ഹോൺ അടിക്കുന്നതെന്ന് ചോദിച്ച് നമ്മൾ വഴക്കിടും. സിഗ്നൽ ലംഘിച്ചാൽ ദേഷ്യപ്പെടും. വാഹനം ഇടിക്കുമെന്ന് തോന്നിയാൽ നേരിട്ട് ചാടിപ്പോയി ചീത്ത വിളിക്കും. ഇത്തരം വഴക്കുകൾ ചിലപ്പോഴൊക്കെ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. ഈ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. പയൽ സുരേഖ ജെയിംസിന്റെ പെരുമാറ്റം ശരിയല്ല എന്നും പറഞ്ഞ് ജോലിയിൽ നിന്ന് നീക്കം ചെയ്താൽ മതിയായിരുന്നു. അവനെ അവഹേളിച്ച് സംസാരിച്ചപ്പോൾ അത് അവന്റെ ഈഗോയെ തന്നെ കത്തിച്ചു. ആ ഒരു സെക്കൻഡ് ദേഷ്യമായിരുന്നു ഈ ഭയാനകമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരോട് ശരി, നിനക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല, നിനക്ക് പോകാം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിച്ചാൽ മതി. അവരുടെ മനസ്സിൽ ഒരിക്കലും വൈരാഗ്യം ഇങ്ങനെ വിതയ്ക്കരുത്. അപരിചിതരുമായി ഒരിക്കലും വഴക്കിടരുത്. നമ്മൾ സാധാരണക്കാരല്ലേ എല്ലാവരും. ജോലി സ്ഥലത്തും വീട്ടിലും വഴികളിലും ഒന്നും ആരോടും വഴക്ക് വേണ്ട. നമുക്കൊരു കുടുംബമുണ്ട്, ശാന്തമായ ജീവിതമുണ്ട്. ഇതെല്ലാം തകർന്നു പോകാൻ ഒരു നിമിഷത്തെ ദേഷ്യം, ഈഗോ മാത്രം മതി. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേസിലുള്ള എല്ലാ രഹസ്യങ്ങളും കഴിഞ്ഞോ? ജെയിംസ് തന്നെയാണോ യഥാർത്ഥ കുറ്റവാളി? അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് ഇടാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.